വന്ദേമാതരത്തിലെ ചില വരികൾ ഐക്യത്തെ ഭിന്നിപ്പിക്കുമെന്നതുകൊണ്ടാണ് നേരത്തെ ഒഴിവാക്കിയതെന്ന് രാജ്യസഭയിലെ CPI നേതാവ് പി സന്തോഷ് കുമാർ മീഡിയ വണിനോട്. വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പൂർണ്ണമായും ഉൾപ്പെടുത്തിയത്. രാമക്ഷേത്ര അഴിമതി മറയ്ക്കാനാണ് പുതിയ ബിൽ അവതരണമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. പാർലമെന്റിലെ വർഷകാല സമ്മേളന നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിൽ എടുക്കുക എന്നറിയാനായി നമ്മോടൊപ്പമുള്ളത് CPIയിലെ രാജ്യസഭാ നേതാവ് പി സന്തോഷ് കുമാറാണ്. ഈ സമ്മേളന നടപടികൾ കഴിഞ്ഞ സമ്മേളനത്തിനായാലും വലിയ തരത്തിലുള്ളൊരു വിജയമായിരുന്നു നേരത്തെ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നത്. കാരണം ഭരണഘടനാ ഭേദഗതി പരാജയപ്പെടുത്തിയായിരിക്കുന്നു. പക്ഷേ ഈ സമ്മേളന കാലത്തേക്ക് വന്നു കഴിയുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ അടക്കം പിളർത്തി മാറ്റി വലിയൊരു വിജയിച്ച് നിൽക്കുന്നവരെ പോലെയാണ് BJP എത്തുന്നത്. വലിയ തരത്തിലുള്ള ഭേദഗതികളുമായി ചില ബില്ലുകൾ നടപ്പാക്കാൻ നോക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി പ്രതിപക്ഷം ഇന്ന് മുതൽ ഈ സമ്മേളന കാലയളവിൽ നടത്തുക? ജനാധിപത്യത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒന്നാണ്. ആ ഒരു പ്രാഥമികമായ തത്വം പോലും മറന്നുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യവും അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അതിനെ വിഭജിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന പഴയ ബ്രിട്ടീഷ് മോഡലാണ് ഗവൺമെന്റ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷം ഇപ്പോൾ പാർലമെന്റിനകത്ത് ലോക്സഭയിലും രാജ്യസഭയിലും അംഗബലത്തിന്റെ കാര്യത്തിനകത്ത് നേടിയെടുത്ത വിജയം എന്ന് പറയുന്നത് സാങ്കേതികവും താൽക്കാലികവും മാത്രമാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കുകയുമ്പോൾ ഈ ദേശീയ ചിഹ്നങ്ങളെയും ബഹുമതികളെയും അപമാനിക്കുന്നത് തടയുന്ന ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതി വരുന്നുണ്ട്. FCRA ഒരിക്കൽ അവതരിപ്പിച്ചിട്ട് പിന്നാക്കം പോയതാണ്, അത് വീണ്ടും അവതരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വന്ദേമാതരം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്ത് തന്നെ വിവാദ പരാമർശങ്ങളുള്ള അല്ലെങ്കിൽ വരികളുള്ള ഒരു ഗാനമായിരുന്നു. അത് ഐക്യത്തെ ഭിന്നിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതിനെ ആ നിലയിൽ മാത്രം കണക്കാക്കി അതിന്റെ ചില സ്റ്റാൻസസ് മാത്രം ഉപയോഗപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഇവർ വന്നപ്പോൾ വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അത് പൂർണ്ണമായും ഉൾപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പൊ ഇനി അതിന്റെ പേരിൽ ഒരു വിവാദം പുതിയ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രത്തിന്റെ പേരിലുള്ള വിവാദത്തെ മറക്കണം, മറ്റ് അജണ്ടകൾ മറക്കണം. ഈ വികാരം ഓരോ തവണയും ഈ വികാരത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് എങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിർത്താമുള്ളതിനകത്താണ് അവർ നിൽക്കുന്നത്. ഞങ്ങളാരും വന്ദേമാതരത്തെ അവമാനിക്കുന്നവരല്ല. വന്ദേമാതരം ഇവർ വരുന്നതിന് മുമ്പും ചൊല്ലുമുണ്ട്. ആരെങ്കിലും വന്ദേമാതരത്തെ അങ്ങനെ അവമാനിച്ചതിന്റെ വല്ല പ്രശ്നം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവസാനമായി കാര്യം ചോദിക്കട്ടെ, FCRAയിൽ ഒരു നിലപാട് എന്താണ്? FCRA ബില്ലിന്റെ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. അത് ഇപ്പോൾ ഈ രാമക്ഷേത്ര ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയല്ലോ. ഇവരുടെ കയ്യിൽ വല്ല കണക്കുണ്ടോ? ഇവർ ആരോടെങ്കിലും അത് പറയുമോ? RSS ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എത്ര വിദേശ സഹായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? VHPക്ക് എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? വിശ്വ ഹിന്ദു പരിഷത്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല്ല കണക്കുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഏകപക്ഷീയമായി ഇവർക്ക് ഇഷ്ടമില്ലാത്ത സംഘടനകളെയും സംവിധാനങ്ങളെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ചെറിയൊരു വീഴ്ച കണ്ടുപിടിച്ചാൽ അവന്റെ എന്നേക്കുമായി അത് അടച്ചുപൂട്ടുന്ന തരത്തിലേക്കുള്ള ഭേദഗതിയാണ് കൊണ്ടുവരുന്നത്. അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനം നടന്നവരൊക്കെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ ആ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഇതിനെ ഞങ്ങൾ എതിർക്കും. ഭിന്നിപ്പിക്കാനുള്ള എല്ലാവിധ BJPയുടെ തന്ത്രങ്ങൾക്കും വലിയ തരത്തിലുള്ള പ്രതിരോധം ഒരുക്കുകയും ജനകീയ സമരങ്ങൾ പാർലമെന്റിൽ മുഖരിതമാക്കുവാൻ തന്നെയാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു തീരുമാനവും ഇങ്ങനെ തന്നെയാണ്. അമൽ ജോണിനൊപ്പം ഡി ധരസുമോത്, മീഡിയ 1, ഡൽഹി.